ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഉള്ളികൾ അരിയാം. ഫ്രണ്ട്സ്, ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സവാള എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, കറിവേപ്പില, പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കാനായിട്ട് ആദ്യമേ ചീനച്ചട്ടി എണ്ണ ഒഴിക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. സവാളയും കൊച്ചുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തിപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്, കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റ് ആക്കിയിട്ടില്ല, അരിഞ്ഞ് തന്നെ ഇട്ടേക്കുവാണ്. പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്.
ഞാനൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് പോലെ നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് നമ്മൾ മസാലക്കൂട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഞാൻ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെള്ളം നല്ലതുപോലെ പറ്റിച്ച് എടുക്കാം. അതിനകത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.